ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നിപ്പോൾ നമുക്കൊരു കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഇതുകൊണ്ടോ ഈ ലിവറൊക്കെ പോയി കേട്ടോ, ഊരിപ്പോയി. ഇനിയിപ്പോൾ നമുക്കത് മാറണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു എൽക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഊരി ജസ്റ്റ് നമ്മളൊന്ന് ഊരി വെച്ചിട്ടുണ്ട്. അത് ഊരിയിട്ട് എൽക്കി വെച്ച് ഊരിയിട്ട് പിന്നെ ഇവിടുത്തെ ചുമ്മാ ഇട്ടേക്കണം കേട്ടോ. അതിലേക്ക് വെച്ച് ഈ സംഭവം ഊരിയിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ഓർമ്മ ഇവിടെ ഒരു 8-ൻ്റെ ഇത് കണ്ടോ. ഇത് ഓട്ടോമാറ്റിക് വണ്ടി മറിഞ്ഞാടി പൊട്ടിയതൊന്നുമല്ല, നമുക്ക് നോക്കിയതേ അറിയാം. വണ്ടി മറിഞ്ഞാടി പൊട്ടിയതല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കിടന്ന് പൊട്ടിപ്പോകാം കേട്ടോ. 5 വർഷം ആയേക്കണാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാധനം പൊട്ടിപ്പോകുക കേട്ടോ. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ സാധനം മാറ്റാൻ പോകട്ടോ. റിസ്ക് എടുക്കാൻ നിൽക്കണില്ല, അതുകൊണ്ടൊക്കെ മാറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 8-ൻ്റെ ഈ 8-ൻ്റെ ആണോ 10-ൻ്റെ ആണോ കറക്റ്റ് അതില്ല, ഇത് ഊരിയിട്ടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ആളും കൂടെ നിന്ന് ഊരിയെടുക്കും കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ എവിടെയൊക്കെ തട്ടി അത് പോറിക്കഴിഞ്ഞാൽ പെയിൻറ്റ് പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒന്ന് ഊരി വെക്കുവാണേ. 2 സ്റ്റാറിന് നെട്ട് മാത്രമേ ഉള്ളൂ. നെറ്റാണോ ബോൾട്ടാണോ? നല്ല ടൈറ്റായിട്ടുണ്ട്, അത് ഊരി എടുത്തിട്ടുണ്ട്. മതി കേട്ടോ, ഇത്ര ഊരിയാൽ മതി. ഇനി നമ്മളൊരു 8-ൻ്റെ ആണെന്ന് ചെക്ക് ചെയ്യട്ടെ. 8-ന് ചാൻസ് കുറവ്, 10-ൻ്റെ ആയിരിക്കും. 10-ൻ്റെ കേട്ടോ. ഓക്കെ, 10-ൻ്റെ ആണേ. അപ്പോൾ നമ്മൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. 8-ൻ്റെ 10-ൻ്റെ ബോൾട്ടൊന്നും അല്ല കേട്ടോ, കറക്റ്റ് 10-ൻ്റെ വേണം, എന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10-ൻ്റെ ഇത് കൂട്ടൊരു ബോൾട്ട് ഇട്ടാണ് ഇപ്പോൾ നമ്മൾ അയച്ചേക്കണേ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിരുന്നതാണ്. ഇതുള്ളതുകൊണ്ട് നമുക്കിത് അയക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഇങ്ങനെയാണ് ഇരിക്കണേ, ഇച്ചിരി അയക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ലാസ്റ്റ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് എന്തായാലും. ഇതാണ് സംഭവം. ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടുത്തെ ഇതൊക്കെ അത്യാവശ്യം ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം ദ്രവിച്ച് ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഊരിപ്പോകുന്നത്. അതായത് ഇവിടുന്ന് ഈ ബോൾ നമ്മുടെ ഇതിനകത്ത് കയറിയിട്ട് ഇതിങ്ങനെ തിരിച്ച് ഊരി പോരല്ലോ കേട്ടോ. ഇത് കണ്ടോ, സംഭവം ഊരി പോരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സാധനം പുതിയ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചേക്കണേ ഇതൊരു ഈ സംഭവം, ഈ ഒരു സാധനം മാത്രം മേടിച്ചതിന് 239 രൂപ കേട്ടോ. പിന്നെ ഈ കമ്പി നമ്മുടെ ഇതിനകത്ത് തന്നെ ഉള്ള സംഭവം തന്നെ കേട്ടോ. ഈ 2 എഡ്ജ് മാത്രം നമ്മൾ ഊരി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഊരി എടുത്തിട്ട് നമ്മൾ മേടിച്ചേക്കണ പുതിയ സാധനത്തിൻ്റെ അകത്തേക്ക് ഇടും കേട്ടോ. അത് ഫിറ്റ് നോക്കാൻ പോട്ടോ. ഇത് നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്തിട്ടൊന്നും നോക്കിയിട്ടുമില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണം നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ഈ സാധനത്തിൽ ഈ ഒരു മുട്ടുണ്ടല്ലോ, ഈ മുട്ടിൻ്റെ അവിടുത്തെ എങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം കേട്ടോ. ഇത് ഇടത്തോട്ടാണ് സെറ്റ് ചെയ്ത് കറക്കണേ. നമ്മൾ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഈ സംഭവം ഏകദേശം കറക്റ്റാണെന്ന് നോക്കിയിട്ട് ഈ സംഭവം പൊട്ടിക്കാൻ പോകട്ടോ. അപ്പോൾ ഇതിനും വരുന്നത് 239 ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ ഈ സാധനത്തിനാണ് 257 വരുന്നത് കേട്ടോ. ഈ കമ്പി നമ്മുടെ വണ്ടിയിൽ തന്നെ ഉള്ള സംഭവം കേട്ടോ. ഇത് നമുക്ക് ഇത് മേടിച്ചിട്ടില്ലായിരുന്നു. ഈ സാധനവും പിന്നെ നമുക്ക് വരുന്ന ഇവിടുന്ന് ഒരു കണക്ഷൻ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത്ര സംഭവം ഉള്ളൂ. ബാക്കി നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ. കാരണം ഈ സംഭവം തന്നെ ഒടിഞ്ഞു പോവില്ല. അത്യാവശ്യം നല്ല കട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒന്നും ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ല സംഭവം. സത്യം പറഞ്ഞത് അത്യാവശ്യം നല്ല പഴക്കമുള്ളതുകൊണ്ട് പോയതാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിതൊന്ന് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കണം, എന്നാലേ കേട്ടോ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷനിങ് കാര്യങ്ങളെന്നൊക്കെ.
ഒന്ന് സെറ്റ് ചെയ്ത് നോക്കോട്ടെ നമ്മൾ ആദ്യം തന്നെ. ഈ സംഭവം നമ്മൾ തിരിച്ചങ്ങ് മുറുക്കി വെക്കും കേട്ടോ. ഏകദേശം നമ്മളൊരു പൊസിഷനിൽ കൊണ്ട് വെച്ചിട്ടാണ്, അതായത് നമ്മുടെ വണ്ടിയുടെ പഴയ ഇതിരുന്ന പോലെ തന്നെ കൊണ്ട് വെച്ചിട്ടാണ് ഇതും ഇവിടെയും സെറ്റ് ചെയ്യാൻ പോണേ. എന്നിട്ട് നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. പഴയ ബോൾട്ട് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഗിയറൊന്ന് മാറി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടൊന്ന് ഗിയർ മാറി നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വണ്ടി കയറിയിരിക്കുകയാണ്. ഇനി ആവാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി പെടൽ താഴേക്കാവണം കേട്ടോ. അപ്പം അത്യാവശ്യം ഇത് നമ്മൾ ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടേതായ രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം അതായത് നമുക്ക് ഗിയർ മാറുമ്പോൾ നമുക്കറിയാമല്ലോ, ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല. ന്യൂട്രൽ കറക്റ്റ് ഓക്കെയാണ്, ഫസ്റ്റ് ഗിയറും കറക്റ്റ് ഓക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.